ചക്രവർത്തി അട്ടിമറിക്കാൻ തയ്യാറാക്കിയ രഹസ്യ പദ്ധതി പാളിയതിന് പിന്നാലെ ഇസ്രയേലിന്റെ മൊസാദിൽ അസാധാരണമായ ആഭ്യന്തര അഴിച്ചുപണി നടക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് മുതിർന്ന മൊസാദ് ഉദ്യോഗസ്ഥരെ പുതിയ മേധാവി റോമാൻ ഗോഫ്മാൻ ചുമതലകളിൽ നിന്ന് നീക്കിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മൊസാദ് തലപ്പത്ത് എന്ത് അഴിച്ചുപണിയാണ് നടക്കുന്നത്? കൂടുതൽ ഉദ്യോഗസ്ഥർ പുറത്താകുമോ? വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേലി മാധ്യമമായ ചാനൽ 12, ഹാരറ്റ്സ് എന്നിവയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം മൊസാദിലെ ഏറ്റവും തന്ത്രപ്രധാനമായ രണ്ട് വിഭാഗങ്ങളുടെ തലവന്മാർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭം സൃഷ്ടിച്ച് ഭരണമാറ്റം കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് ഈ ഉദ്യോഗസ്ഥരെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബർ മുതൽ ഏജൻസിയുടെ ഇന്റലിജൻസ് വിഭാഗം നയിച്ചിരുന്ന ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് മേധാവിയും ഇറാനിലെ മൊസാദിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന പ്രത്യേക വിഭാഗത്തിന്റെ തലവനുമാണ് പുറത്തായിരിക്കുന്നത്. ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെയും പേര് വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ജൂൺ 2-നാണ് റോമാൻ ഗോഫ്മാൻ മൊസാദിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത്. മുൻപ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മിലിറ്ററി സെക്രട്ടറി എന്ന സുപ്രധാന പദവി വഹിച്ചിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. നെതന്യാഹുവിനോട് അടുത്ത ബന്ധം പുലർത്തുന്ന ഗോഫ്മാന്റെ ഈ അടിയന്തര നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ഇറാനിൽ ഭരണമാറ്റം സാധ്യമാകാത്തതിന്റെ പരാജയഭാരം പ്രധാനമന്ത്രി നെതന്യാഹുവിൽ നിന്ന് അകറ്റി നിർത്താനാണ് പുതിയ മേധാവി ഈ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയതെന്ന് ഇസ്രായേലി പത്രമായ ഹാരറ്റ്സിന്റെ വൃത്തങ്ങൾ ആരോപിക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം മൊസാദും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-യും സംയുക്തമായി തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു ഇത്. ഇറാനിലെ കുർദിഷ് ജനവിഭാഗങ്ങളെയും മറ്റ് പ്രാദേശിക ന്യൂനപക്ഷങ്ങളെയും ഉപയോഗിച്ച് രാജ്യത്ത് വൻതോതിലുള്ള ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളും സായുധ മുന്നേറ്റങ്ങളും അഴിച്ചുവിടുകയായിരുന്നു ലക്ഷ്യം. ഇറാഖ് അതിർത്തിക്കടുത്തുള്ള കുർദിഷ് മേഖല കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന നീക്കങ്ങൾ. IRGC-യുടെ താവളങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയും തുടർന്ന് ആ സാഹചര്യം മുതലെടുത്ത് കുർദിഷ് പോരാളികൾക്ക് ഇറാന്റെ മണ്ണിലേക്ക് കടന്നുകയറാൻ അവസരമൊരുക്കുകയും ചെയ്യുകയായിരുന്നു പദ്ധതി. ഇതിനായി കുർദിഷ് പോരാളികൾക്ക് ഇസ്രായേലിന്റെയും US-ന്റെയും യുദ്ധവിമാനങ്ങൾ വ്യോമസുരക്ഷാ കവചം ഒരുക്കാനും പദ്ധതിയിട്ടിരുന്നു. നിലവിലെ ഇസ്ലാമിക ഭരണകൂടത്തെ പുറത്താക്കി മുൻ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദിനെജാദിനെ പുതിയ ഭരണാധികാരിയായി പ്രതിഷ്ഠിക്കുക എന്നതായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ ഈ പ്ലാൻ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഓപ്പറേഷന്റെ വിവരങ്ങൾ ചോർന്നതും കുർദിഷ് ഗ്രൂപ്പുകളുടെ വിമുഖതയും തുർക്കിയുടെ കടുത്ത എതിർപ്പും പദ്ധതിയെ തുടക്കത്തിലെ തന്നെ തളർത്തി. കൂടാതെ ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകൾ അതിരുകടന്നതാണെന്ന് US ഉദ്യോഗസ്ഥർ വിലയിരുത്തുകയും ചെയ്തു. അങ്ങനെ ആകെ മൊത്തത്തിൽ മൊസാദിന്റെ പദ്ധതികളെല്ലാം പാളുകയായിരുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന സമയത്താണ് ഈ വാർത്ത കൂടി പുറത്തുവരുന്നത്. ഈ റിപ്പോർട്ടുകളോട് ഇസ്രായേൽ സർക്കാരോ മൊസാദോ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അച്ചടക്ക നടപടി എന്നതിനേക്കാൾ പരസ്പര ധാരണയോടെയും പുതിയ മേധാവിയുമായുള്ള പ്രവർത്തന ശൈലിയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെയും തുടർന്നാണ് ഇവരെ മാറ്റിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. എങ്കിലും ഇവരെ ഏജൻസിയിൽ തന്നെ മറ്റു പദവികളിൽ നിലനിർത്തിയേക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് ഗോഫ്മാനും ഈ രണ്ട് ഉദ്യോഗസ്ഥരും തമ്മിൽ തുടക്കം മുതൽക്കേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മൊസാദിൽ നടത്തുന്ന വലിയ അഴിച്ചുപണിയുടെ ഭാഗമായി എല്ലാവരും തമ്മിൽ സംസാരിച്ച് തീരുമാനിച്ചാണ് ഇവരെ മാറ്റിയത്. രണ്ടുപേരും ഏജൻസിയിൽ നിന്ന് പൂർണ്ണമായി പുറത്തുപോയിട്ടില്ല. ചാരസംഘടനയിലെ മറ്റ് പ്രധാന ചുമതലകളിൽ ഇവർ തുടർന്നും പ്രവർത്തിക്കും.